28 അധ്യായം വാക്യപ്രതി വാക്യമായി നമുക്ക് വായിക്കാം. Psalms chapter 28. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുതേ. നീ മിണ്ടാതിരുന്നിട്ട് ഞാൻ കുഴിയിലിറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ തന്നെ. ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരോട് സമാധാനം സംസാരിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയും അവർ വിവേചിക്കായ്കൊണ്ട് അവർ അവരെ പണിയാതെ ഇടിച്ചു കളയും. യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാകുന്നു. എൻ്റെ ഹൃദയം അവങ്കൽ ആശ്രയിച്ചു, എനിക്ക് സഹായവും ലഭിച്ചു. അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു, പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു. യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു, തൻ്റെ അഭിഷക്തന് അവൻ രക്ഷാമാർഗം തന്നെ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേയിച്ച് എന്നേക്കും അവരെ വഹിക്കണമേ. ആമേൻ. പ്രൈസ്. നൽകപ്പെട്ട നല്ല വചനത്തിനായി നമ്മുടെ കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കർത്താവേ, നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം. മക്കളാകും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് പിന്നെയും കടന്നു വരുന്നു. കർത്താവേ, ഈ സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങൾക്ക് ആവശ്യമാകുന്ന ഞങ്ങളുടെ കർത്താവേ ശബ്ദം കേൾക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വീണ്ടും നമുക്ക് ഒരുമിച്ച് കർത്താവിന് സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മളെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഇന്ന് നമ്മൾ വായിച്ച സങ്കീർത്തനം 28 സങ്കീർത്തനമാണല്ലോ. ഇതും ദാവീദ് രാജാവിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ഇത് രചിക്കുവാനുള്ള സന്ദർഭങ്ങൾ അത്ര വ്യക്തമല്ലെങ്കിലും വളരെ ധാരാളമായിട്ടുള്ള ആത്മീക ചിന്തകൾ, ആശയങ്ങൾ ഉള്ളടക്കം ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഇന്ന് നാം വായിച്ച ഈ 28 സങ്കീർത്തനം. വേഗത്തിൽ ഒന്ന് നോക്കി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിൻ്റെ വായനയിൽ തന്നെ നമുക്ക് ഈ സങ്കീർത്തനത്തെ രണ്ടായി നമുക്ക് തിരിക്കാം. അത് വായിക്കുമ്പോൾ ആദ്യത്തെ 5 വാക്യങ്ങളും അവസാനത്തെ 4 വാക്യങ്ങളും. ആദ്യത്തെ 5 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. എന്നാൽ അതിൻ്റെ 6 മുതൽ അതിനോടൊപ്പം തന്നെ ആദ്യ വാക്യം 5 വാക്യങ്ങൾ പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചില പ്രസ്താവനകളും അതിനോടനുബന്ധപ്പെട്ട ചില പ്രസ്താവനകളും ദാവീദോട് പറഞ്ഞിട്ടുണ്ട്. വാക്യം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്തോടുള്ള ദാവീദിന്റെ സ്തുതിയാണ്, ആരാധനയാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ഈ സങ്കീർത്തനം പരിശോധിച്ചാൽ ദാവീദിന്റെ ജീവിതത്തിലെ 3 പ്രധാന അനുഭവങ്ങളും നമുക്ക് ഇതോടൊപ്പം തന്നെ ചിന്തിക്കുവാൻ കഴിയുന്നതാണ്. അതിൻ്റെ വാക്യം ഞാൻ പെട്ടെന്ന് പറയുന്നില്ല, ഞാൻ പറഞ്ഞ് പെട്ടെന്ന് അവസാനിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഞാൻ അല്പം മുന്നോട്ട് പോകുന്നു പെട്ടെന്ന്. ഒന്ന്, അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവസന്നിധിയിൽ ഉല്ലസിക്കുന്ന ഹൃദയം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് കാണുവാൻ കഴിയും ദൈവത്താൽ പണിയപ്പെടുന്ന ഒരു ജീവിതം. ആമേൻ. മൂന്നാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദൈവത്താൽ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, മേയ്ക്കപ്പെടുന്ന ഒരു അനുഭവത്തെയാണ് ആമേൻ ദാവീദ് ഈ 28 സങ്കീർത്തനത്തിൽ നമ്മുടെ മുന്നിൽ ആമേൻ ഇവിടെ ദാവീദ് പാടിയിരിക്കുന്നത്. അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ, നീ കേൾക്കാതിരിക്കരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് ആദ്യം തന്നെ ഒരു പ്രാർത്ഥന മുന്നിൽ വെക്കുകയാണ്. അവൻ പ്രൈസ് ദി ലോർഡ്, എൻ്റെ രക്ഷയും എൻ്റെ പാറയുമായിട്ടുള്ള ദൈവമേ, ഞാൻ അങ്ങേ വിളിക്കുമ്പോൾ അങ്ങ് എന്ത് ചെയ്യരുത്? കേൾക്കാതെ ഇരിക്കരുത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അത് പ്രാർത്ഥന കേൾക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതും അടുത്ത ഇതിൽ വായിക്കുന്നുണ്ട്. വായിക്കാം. ആമേൻ. നീ മിണ്ടാതിരുന്നാൽ, എൻ്റെ പ്രാർത്ഥന കേൾക്കാതിരുന്നാൽ എൻ്റെ അവസ്ഥ എന്താകും? ഞാൻ കുഴിയിൽ ഇറങ്ങുന്നവരെ പോലെ ആകാതിരിപ്പാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കുറച്ചും കൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഞാൻ ഒരു നിർജീവമായ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോകാതിരിപ്പാൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അന്ന് ദൈവത്തിൻ്റെ ആമേൻ നമ്മൾ വായിച്ച വാക്യം ആദ്യം തന്നെ നമ്മളോട് പറയുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അല്ല, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാതെയോ ദൈവം നമ്മുടെ ശബ്ദം കേൾക്കാതെ ഇരുന്നാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്, ഇതിനേക്കാളും ഒരുപക്ഷെ വലിയ
അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ സാഹചര്യത്തിലൂടെ ചിലപ്പോൾ നാം പോകേണ്ടി വരും. ആമേൻ, പ്രൈസ് ലോർഡ്. എന്നാൽ ഇതുവരെയും ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും എനിക്കും നിങ്ങൾക്കും ആമേൻ പ്രൈസ് ലോർഡ് എന്നും പരിചയമായി പലകയായി അവൻ്റെ വിശ്വസ് നമ്മളോടൊപ്പം ഇരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, പ്രൈസ് ലോർഡ്. അപ്പോൾ നാം ഇങ്ങനെ വാക്യം തുടർന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്നത് അവൻ പ്രൈസ് നമുക്ക് അവനോടുള്ള ഒരു ധൈര്യം കൂടിയാണ്. അവൻ പ്രൈസ് ലോർഡ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാവീദ് വെറുതെ കുറെ വാക്കുകൾ മാത്രം പറഞ്ഞ് പോവുകയല്ല. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുമ്പോൾ തൻ്റെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം പ്രാർത്ഥനയിൽ സജീവമായി എന്ത് ചെയ്യുവാണ്, അതിനെല്ലാം പങ്കാളിയാക്കുകയാണ് ദാവീദ്. ആമേൻ, പ്രൈസ് ലോർഡ്. അതിനുള്ള ചില തെളിവുകൾ അടുത്ത വാക്യങ്ങൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടെങ്കിലും അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ, ചില പ്രത്യേകതകൾ ദാവീദിൻ്റെ ഈ ആദ്യ ഭാഗങ്ങളിലെ ചില പ്രാർത്ഥനയുടെ ചില പ്രത്യേകതകൾ ഒന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗത്തിലേക്ക് വരുവാൻ കഴിയുന്നു. ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 5 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇതിനകത്ത് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം ദാവീദിൻ്റെ അഭയയാചനകളാണ്. അഭയയാചന എന്ന് കുറച്ചുകൂടെ പക്ഷേ പറഞ്ഞാൽ അവൻ്റെ ആവശ്യങ്ങൾ അവൻ എന്ത് ചെയ്യുകയാണ്, അറിയിക്കുക, ദൈവത്തോട് അറിയിക്കുക, അവൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുക. നമ്മുടെ പ്രാർത്ഥനയിലും അവൻ പ്രൈസ് ലോർഡ് എന്താകണം, നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക തന്നെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷേ നമ്മുടെ പ്രാർത്ഥനയും ദാവീദിന്റെ പ്രാർത്ഥനയും തമ്മിൽ ഒരു ചെറിയൊരു വ്യത്യാസം നമുക്കവിടെ കാണുവാൻ സാധിക്കും. അതിലേക്ക് ഞാൻ വരാം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നു, ആമേൻ പ്രൈസ്, ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ഒരു ബോധ്യം ആർക്കുണ്ട്, ആമേൻ പ്രൈസ്, ദാവീദിനുണ്ട്. ആമേൻ, ഹല്ലേലൂയ. കാരണം ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ദാവീദ് കൃത്യമായി ഇവിടെ പറയുന്നു, എൻ്റെ ദൈവം ആരാണ്. ആമേൻ, പ്രൈസ് ലോർഡ്. ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്? ആമേൻ, പ്രൈസ് ലോർഡ്. ആ ദൈവത്തിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ബലം എന്താണെന്നുള്ള കൃത്യമായ ഒരു ബോധ്യത്തോടു കൂടിയാണ് ആമേൻ, പ്രൈസ് ലോർഡ്, ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ആമേൻ, പ്രൈസ് ലോർഡ്. അങ്ങനെ അടുത്ത ഒരു ഭാഗം എന്ന് പറയുന്നത്, ആ ദൈവത്തിന് പ്രതിസന്ധികളുടെ മേൽ അല്ലെങ്കിൽ വിഷയങ്ങളുടെ മേൽ എന്ത് ചെയ്യുവാൻ കഴിയും എന്നുള്ളൊരു ബോധ്യവും ആർക്കുണ്ട്, ദാവീദിനുണ്ട്. ആമേൻ, പ്രൈസ്. നമുക്കറിയാം ആമേൻ, പ്രൈസ്, ദാവീദിന്റെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, മരണത്തിൻ്റെ പാതകൾ അല്ലെങ്കിൽ അതിൻ്റെ ആമേൻ പ്രൈസ് ലോർഡ് വക്കുകളിലൊക്കെ സഞ്ചരിച്ച ഒരു ആമേൻ പ്രൈസ് ലോർഡ് ഒരു രാജാവായിരുന്നു ദാവീദ്. എന്നാൽ ആമേൻ പ്രൈസ് അവന് കൃത്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ പ്രൈസ്, നമ്മൾ വായിച്ചത് ഇതാണ്, അതിൻ്റെ ഒക്കെ മേൽ ദൈവത്തിന് എനിക്ക് വേണ്ടി എന്ത് ചെയ്യുവാൻ കഴിയും. ആമേൻ, പ്രൈസ് ലോർഡ്. ആമേൻ, എല്ലാറ്റിനും ഉത്തരമായി ദൈവത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് ആമേൻ പ്രൈസ് ദാവീദ് ഈ പ്രാർത്ഥനയിൽ ആമേൻ പ്രസ്താവിക്കുന്നതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ പ്രൈസ്. അതിനേക്കാൾ ഉപരിയായി ഇന്നലകളിൽ ആമേൻ ചെയ്ത ദൈവീക നന്മകളെ ഓർത്ത് ആമേൻ പ്രൈസ് ലോർഡ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ പ്രൈസ്. ആ വാക്യങ്ങളെല്ലാം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് ഇത് ദാവീദിന്റെ പ്രാർത്ഥനയുടെ ഒരു ശൈലിയാണ്. ആമേൻ പ്രൈസ് ലോർഡ്. നമുക്കറിയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ആമേൻ പ്രൈസ് ലോർഡ്, ATM കൗണ്ടറിൽ നമ്മൾ പോകുമ്പോൾ, പൈസ എടുക്കാൻ പോകുമ്പോൾ കാർഡ് ഇട്ട് അതിൻ്റെ നമ്പറുകൾ നമ്മളിങ്ങനെ ഞെക്കി അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പിൻകോഡ് അടിച്ച് ഏകദേശം അതിൻ്റെ പ്രോസസ്സ് കഴിയുമ്പോൾ പൈസ വരുമ്പോൾ അത് എടുക്കുന്ന ഒരു രീതി മാത്രമേ നമുക്കറിയത്തുള്ളൂ. ആമേൻ പ്രൈസ് ലോർഡ്. എന്നാൽ ആമേൻ പ്രൈസ് ഒരു ഭക്തന്റെ പ്രാർത്ഥനയായ അല്ലെങ്കിൽ ദാവീദിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നില്ല. ആമേൻ പ്രൈസ്. അവൻ പ്രാർത്ഥിച്ചതാണ് ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ഒരു കാര്യം ചെയ്താണ് ആമേൻ പ്രൈസ് ലോർഡ് പോയത്. ഇന്നലകളിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ ഓർത്തുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആമേൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അത് തന്നെ ആയിരിക്കണം ഇന്ന് സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ, ഇത് തന്നെ ആയിരിക്കണം നമ്മുടെയും മാതൃക. ആമേൻ പ്രൈസ്. കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങളെ ആമേൻ പ്രൈസ് നമ്മൾ പെട്ടെന്ന് മറന്നു പോകരുത്. ആമേൻ പ്രൈസ് ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ ആമേൻ അതിശയകരമായി നടത്തിയ ആമേൻ ദൈവികമാകുന്ന കരങ്ങളെ നാം ഒരിക്കലും മറന്നു പോകരുത്. ഒരു പക്ഷേ ചില സമയങ്ങളിൽ നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇന്നലകളിലെ നാളുകൾ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും, മറന്നു കളയും. ആമേൻ പ്രൈസ് ലോർഡ്. നമുക്ക് പലപ്പോഴും അവിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും. എന്നാൽ ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആമേൻ പ്രൈസ് അതിനുപരിയായി എപ്പോഴും ദൈവിക നന്മകൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ആമേൻ ഹല്ലേലൂയ ദൈവിക പ്രവൃത്തികൾ ഓർത്തുകൊണ്ടാണ് ആമേൻ ഈ സങ്കീർത്തനം നമുക്ക് ആമേൻ ഹല്ലേലൂയ സഭാഗങ്ങളെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആമേൻ പ്രൈസ് ലോർഡ്. അങ്ങനെ ആമേൻ പറയുമ്പോൾ ഇതാണ് എപ്പോഴും ആമേൻ പ്രൈസ് ലോർഡ് കർത്താവ് ഇന്നലകളിൽ ചെയ്ത കാര്യങ്ങളെ എന്ത് ചെയ്യണം, നാം ഓർക്കുന്നവരായിരിക്കണം. ആമേൻ പ്രൈസ് ലോർഡ്. അല്ല, അത് മറ്റുള്ളവരോട് നാം പറയുന്നവരാകണം. ആമേൻ പ്രൈസ് ലോർഡ്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്നത് ദൈവം കേൾക്കണം. ആമേൻ പ്രൈസ് ലോർഡ്. ആമേൻ പറയുമ്പോൾ അത് എങ്ങനെ പറയണം, സന്തോഷമുള്ള അല്ലെങ്കിൽ നന്ദിയുള്ള ഹൃദയത്തോട് എന്ത് ചെയ്യണം, അത് പറയണം. ആമേൻ പ്രൈസ് ലോർഡ്. അടുത്ത വാക്യം, രണ്ടാമത്തെ വാക്യം പെട്ടെന്ന് നമുക്ക് വായിച്ച് മുന്നോട്ട് പോകാം. അവിടെ രണ്ടാമത്തെ വാക്യം ഇങ്ങനെ ദാവീദ് പാടുകയാണ്. ആ ഭാഗം കൂടെ ഒന്ന് പെട്ടെന്ന് വായിക്കാം.
ഞാൻ എൻ്റെ കൈകളെ എന്ത് ചെയ്യുന്നു? വിശുദ്ധാന്തര മന്ദിരത്തിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം എന്ത് ചെയ്യണം? കേൾക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നൊരു ഭാഗം വിശുദ്ധാന്തര മന്ദിരത്തെ കൈ ഉയർത്തി. എന്താണ് ഇതിൻ്റെ അർത്ഥം? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇത് ഒരു വാക്ക് പെട്ടെന്ന് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞ് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. യഹൂദൻ്റെ ആലയത്തിന് 3 ഭാഗങ്ങളുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമ്മൾ സൺഡേ സ്കൂളിലും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആദ്യ ഭാഗം എന്താണ്? പ്രാകാരം. രണ്ടാമത്തെ ഭാഗം വിശുദ്ധ സ്ഥലം. 3 അതിവിശുദ്ധ സ്ഥലം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ആമേൻ, ജനത്തിന് ഇവിടെ വരെ വരാനേ അവകാശമുള്ളൂ, പ്രാകാരം വരെ വരാനുള്ള അവകാശമേ ഉള്ളൂ. എന്നാൽ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ വിശുദ്ധ സ്ഥലത്തും അതിവിശുദ്ധ സ്ഥലത്തും ആമേൻ, പ്രൈസ് ദി ലോർഡ് വരുമ്പോൾ എന്ത് ചെയ്യണം? അവിടെയാണ് എന്തുള്ളത്? കൃപാസനമുള്ളത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ വരുമ്പോൾ എന്ത് ചെയ്യും? ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവിടെ ഇരിക്കുന്ന മനുഷ്യർ, പ്രാകാരത്തിലിരിക്കുന്ന മനുഷ്യർ എന്ത് ചെയ്യും? ആമേൻ, പ്രൈസ് ദി ലോർഡ്, വിശുദ്ധ സ്ഥലത്തിലേക്ക് എന്ത് ചെയ്യും? അവരുടെ കൈകളെ നീട്ടും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ വെച്ച് നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദേവദാസന്മാർ പറയും, നിങ്ങളുടെ കരങ്ങളെ എല്ലാവരും ആമേൻ, പ്രൈസ് അവർക്ക് നേരെ പിടിക്കുവാൻ പറയും. ആമേൻ, പ്രൈസ്. അക്ഷരാർത്ഥത്തിൽ നമ്മൾ അവരെ ആമേൻ, പ്രൈസ് തൊടുന്നില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആമേൻ, പ്രൈസ് ആ കരം നീട്ടി ആമേൻ, പ്രൈസ് നീട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അവരെ സ്പർശിക്കുന്നു എന്നുള്ള ഒരു ആമേൻ രീതിയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ ഇവിടെ കാണുന്നു. അതുകൊണ്ട് ആമേൻ അവർക്ക് ശരീരം കൊണ്ട് അവിടെ എത്തുന്നില്ലെങ്കിലും ആമേൻ, പ്രൈസ് ദി ലോർഡ്, മനസ്സുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? ആമേൻ, ഹല്ലേലൂയ, അവരുടെ കൈ വിശുദ്ധാന്തരത്തിലേക്ക് നീട്ടുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ ഒരു ആമേൻ, ഹല്ലേലൂയ, ഒരു സിംബോളിക്കായാണ് ആമേൻ ദാവീദ് ഇവിടെ പറയുന്നത്, എൻ്റെ കരം എന്ത് ചെയ്യുന്നു? ആമേൻ, പ്രൈസ് വിശുദ്ധത്തിലേക്ക് ഞാൻ നീട്ടുന്നു. ആമേൻ, വേദപുസ്തക അടിസ്ഥാനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, കരം ഉയർത്തി പ്രാർത്ഥിക്കുക എന്നതിന് ഒത്തിരി ആമേൻ, ഹല്ലേലൂയ, മഹത്വം അല്ലെ മഹാത്മ്യം നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ, പല ഭാഗങ്ങൾ ഓൾഡ് ടെസ്റ്റമെന്റിലും അതുപോലെ തന്നെ സങ്കീർത്തനങ്ങളിൽ തന്നെ പല ഭാഗങ്ങളുണ്ട്. എന്നാൽ 1 തിമോത്തിയോസ് അതിൻ്റെ 2-ാം അധ്യായം 8-9 വാക്യങ്ങളിൽ പൗലോസ് പുതിയ നിയമ സഭയ്ക്കൊരു ഉപദേശം തരുന്നുണ്ട്. നമുക്കവിടെ വായിക്കുമ്പോൾ കാണുന്നു, സഹോദരന്മാർ എന്ത് ചെയ്യണം? വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. തൊട്ടടുത്ത് സഹോദരിമാരുടെ കാര്യവും പറയുന്നുണ്ട്. ആമേൻ, പ്രൈസ് സൗവണ്ണം തന്നെ എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ ചേർന്ന് കിടക്കുന്നത് അവർ ആമേൻ, ഹല്ലേലൂയ, ഡ്രസ്സിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് നമ്മൾ അതിലേക്കാണ് ശ്രദ്ധ പോകുന്നത്. എന്നാൽ സഹോദരിമാരും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പഠനം. ആമേൻ, പ്രൈസ്. എന്നിരുന്നാലും നമുക്ക് മുന്നോട്ട് പോകാം. പ്രിയരെ, അങ്ങനെ നമ്മുടെ കരം ഉയർത്തി ആമേൻ, പ്രൈസ് ദി ലോർഡ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇന്ന് വേദത്തിൻ്റെ വചനം പറയുന്നു, ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് ദിവ്യമായ ഒരു അനുഭവമാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമുയർത്തി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ, പ്രൈസ് ദൈവത്തെ സ്പർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം സജീവമായി പങ്കുചേരുന്നത് പോലെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അത് ദാവീദ് ആമേൻ ഈ വാക്യങ്ങളിൽ നമ്മളോട് പറയും. ദൈവസന്നിധിയിൽ പോയി ആമേൻ, പ്രൈസ് ദി ലോർഡ്, കൈ ഉയർത്തുന്നത് ഒരു പ്രാർത്ഥനയാണ്. ആമേൻ, നമ്മൾ ദൈവസന്നിധിയിൽ കൈ ഉയർത്തി നിൽക്കുമ്പോൾ ദൈവസന്നിധി നാം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുകയാണ്. ദൈവസന്നിധി നമ്മളെ തന്നെ ഒന്ന് സറണ്ടർ ചെയ്യുകയാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ പോയി ആമേൻ ആ കരം ഉയർത്തുമ്പോൾ ആമേൻ, പ്രൈസ് ദി ലോർഡ്, അതിൻ്റെ ഒരു ശക്തി എന്നത് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഞാനൊരു ആമേൻ അല്ല എൻ്റെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന പോലെ ഞാൻ പറയാം. കാരണം ഞങ്ങളുടെ പാസ്റ്റർ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ, നാട്ടിലെ പാസ്റ്റർ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുള്ള കാര്യമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, 3 മൃഗങ്ങളെ പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം, 3 മൃഗങ്ങൾക്ക് അവർക്ക് അവരുടെ സ്വഭാവത്തെ ഒന്ന് വേറെ രീതിയിൽ കാണിക്കുവാനുള്ള ഒരു കഴിവുണ്ട്. ഒന്ന് മയിലിനെ കുറിച്ചാണ് പറയുന്നത്. ആമേൻ, പ്രൈസ് ദി ലോർഡ്, മയില് കാണുമ്പോൾ ഒരു ഏകദേശം ഒരു ചെറിയൊരു അത്ര വലിയൊരു പക്ഷി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കോഴിയെപ്പോലൊക്കെ ഇരിക്കുന്ന ഒരു പക്ഷിയാണ് മയിൽ. എന്നാൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്, കാർമേഘം കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നുള്ളത്, അല്ലെങ്കിൽ അതിന് സന്തോഷം ഉണ്ടാകുമ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ പീലി വിടർത്തി അവൻ നിൽക്കും, അല്ലെങ്കിൽ അത് ആടും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ രൂപമെന്ന് പറയുന്നത് നമ്മൾ കണ്ടതിനെക്കാട്ടിലും ഒരു വലിയ ഒരു പക്ഷി എന്ന രീതി നമുക്ക് അപ്പോൾ തന്നെ, കാരണം അതിനെ തന്നെ ഒന്ന് അതെന്ത് ചെയ്യുകയാണ്? ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. രണ്ടാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മുള്ളൻ പന്നിയാണ്. നമ്മൾക്ക് അതിനെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാമല്ലോ. അത് കണ്ടാൽ ഒരു ഒതുങ്ങിയിരിക്കുന്ന ഒരു മൃഗമാണ്, അല്ലെങ്കിൽ ഒരു ജന്തുവാണ്. ആമേൻ, പ്രൈസ്. എന്നാൽ ഏതെങ്കിലും എതിരാളികൾ അതിൻ്റെ അടുത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെതായ ഒരു ത്രട്ടൻ അതിന് ഫീൽ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യും? അതിൻ്റെ മുള്ളുകളെല്ലാം അത് എന്ത് ചെയ്യും? അത് വിടർത്തും. ആമേൻ, വിടർത്തി അത് അതിനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇച്ചിരി കൂടെ നല്ല ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേടിയായിരിക്കുമെങ്കിലും പറയാം. ആമേൻ, പ്രൈസ്. നമ്മുടെ നാട്ടിലൊക്കെ പാമ്പ് ഉണ്ട്. ആമേൻ, പ്രത്യേകിച്ച് മൂർഖൻ പാമ്പ് എന്ന് പറയും, നമ്മൾ കോബ്ര എന്നൊക്കെ പറയുന്ന ഒരു ഇനം പാമ്പുണ്ട്. ആമേൻ, പ്രൈസ്. അതിനെ കണ്ടാൽ നോർമൽ സാധാരണ പാമ്പുകളെ പോലെ തന്നെയാണെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എതിരാളി അതിൻ്റെ മുന്നിൽ വന്നാൽ എന്ത് ചെയ്യും?
അവൻ പ്രൈസ് അതിൻ്റെ അവൻ പ്രൈസ് പണം അവൻ വിടർത്തി, അല്ലെങ്കിൽ അതിൻ്റെ പത്തി വിടർത്തി അതെന്ത് ചെയ്യും? അത് അതിനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് അവൻ പ്രൈസിലോട് കാണിക്കും. അവൻ പ്രൈസിലോട് ഇന്ന് അവൻ നല്ലൊരു ദൈവത്തിന് അവൻ നമ്മൾ വായിച്ചപ്പോൾ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം, ദാവീദ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുമെന്ന ദൈവസന്നിധി വരുമ്പോൾ എൻ്റെ കൈകളെ ഉയർത്തി ഞാൻ എന്ത് ചെയ്യും? അവൻ പ്രൈസ് നിന്നോട് ഞാൻ നിലവിളിക്കും. അവൻ പ്രൈസിലോട് ഹല്ലേലൂയ. എനിക്ക് പറയുവാനുള്ളത്, നാം ദൈവസന്നിധിയിൽ വരുമ്പോൾ അവൻ പ്രൈസിലോട് ഹല്ലേലൂയ നീ നിൽക്കുമ്പോൾ നിന്നെ ചുരുട്ടിക്കെട്ടി ഒരു തുണി എന്ന പോലെ അവൻ ഒതുക്കി വെക്കുന്നതാകുന്ന ശത്രുവിൻ്റെ ആമേൻ ഹല്ലേലൂയ സാന്നിധ്യത്തിലേക്ക് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്റെ കരങ്ങളെ നീ ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തുമ്പോൾ, നിന്റെ കരങ്ങളെ നീ ദൈവസന്നിധിയിൽ നിന്ന് ഉയർത്തുമ്പോൾ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ നീ നിന്നെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആ ദൈവസന്നിധിയിൽ നീ ചെറുതാകുകയല്ല, മറിച്ച് അവൻ പ്രൈസ് ദൈവത്തെ കാണുമ്പോൾ നീ നിന്നെ തന്നെ അവൻ പ്രൈസ് ലോർഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്ന് അവൻ പ്രൈസ് ദൈവത്തിൻ്റെ വചനം അവൻ പ്രൈസ് നമ്മളോട് അവൻ പറയുന്നു. അവൻ പ്രൈസ് ലോർഡ് ദൈവസന്നിധി നമ്മളെ കരം ഉയർത്തി നിൽക്കുമ്പോൾ അവൻ ഹല്ലേലൂയ അവൻ കർത്താവിൽ വളരുവാൻ, കൃപ പ്രാപിപ്പാൻ, അവൻ സഹായം പ്രാപിപ്പാൻ അവൻ പ്രൈസ് ലോർഡ് നാം നമ്മെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അവൻ പ്രൈസ് നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ വിടർത്തുമ്പോൾ, നമ്മുടെ കരങ്ങളെ ദൈവസന്നിധിയിൽ ഉയർത്തുമ്പോൾ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ആ ദൈവത്തോടൊന്ന് അവൻ കൂടെ നിൽക്കുന്ന അവൻ അനുഭവത്തിലേക്ക് വരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ പ്രൈസ് ലോർഡ് നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തിന് നേരെ ഓടിച്ചെന്നപ്പോൾ നമുക്കറിയാം ജനമെല്ലാം പറഞ്ഞു ഇവനൊരു ബാലനാണ്. അവൻ പ്രൈസ് എന്നാൽ അവൻ എതിരാളിയെ കണ്ടപ്പോൾ അവൻ പ്രൈസ് അവനെ തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ പ്രൈസ് അവൻ്റെ അഭിഷേകം അതിൽ വർദ്ധിച്ചു. അവൻ പ്രൈസ് ലോർഡ് ദൈവം അവന് കൃപ നൽകിയതനുസരിച്ച് അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവൻ പ്രൈസ് ലോർഡ് നിന്നപ്പോൾ ആ ഫെലിസ്ത്യ മല്ലനെ കീഴടക്കുവാൻ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവം അവന് നല്ല ശക്തി കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയും. അവൻ പ്രൈസ് ലോർഡ് അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോയി അവസാനിപ്പിക്കാം. 6, 7, 8, 9 വാക്യങ്ങൾ അതിൽ പറയുന്നു. അവൻ പ്രൈസ് ആദ്യത്തെ ഭാഗം 5 വാക്യങ്ങൾ അത് പ്രാർത്ഥനയാണെങ്കിൽ അവസാനത്തെ 4 അത് സ്തുതിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്, ദൈവത്തോടുള്ള ആരാധനയാണ്. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതിൻ്റെ വാക്യങ്ങൾ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ പറയുന്നു. ദാവീദ് പറയുന്നു അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇന്നത് അവൻ പ്രൈസിന്റെ 6ാമത്തെ വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. യഹോവ വാഴ്ത്തപ്പെട്ടവനാകട്ടെ, അവൻ എൻ്റെ യാചനകളുടെ ശബ്ദം എന്ത് ചെയ്തു? കേട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നലകൾ ദൈവം എന്ത് ചെയ്തു? പ്രാർത്ഥന കേട്ടതാണ്. പാഷൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ കേൾക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, എന്ത് ചെയ്തിരിക്കുന്നു? കേട്ടുമിരിക്കുന്നു. അവൻ പ്രൈസ്. അതായത് കഴിഞ്ഞ നാളുകളിലെ ദാവീദിന്റെ ഒരു അനുഭവം ഇതാണ്, ദൈവം എന്ത് ചെയ്തു? ഇതുവരെയും എൻ്റെ പ്രാർത്ഥന കേട്ട ദൈവമാണ്. അവൻ പ്രൈസ് ലോർഡ് എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞു എൻ്റെ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. എന്താ കാര്യം? അവൻ പ്രൈസ് പറയുന്നു, അവൻ പ്രൈസ് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. അവൻ പ്രൈസ് ലോർഡ് അതിൻ്റെ 7ാമത്തെ വാക്യം. ആ ആ ആ ആ ആ അവൻ പ്രൈസ് ഇവിടെ പറയുന്നു, ദാവീദിന്റെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ ആരാധനയുടെ ഒരു പ്രത്യേകത കൂടി ഈ 7ാം വാക്യത്തിൽ അവൻ പ്രൈസ് ലോർഡ് കാണിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം ദാവീദ് ഫിക്സ് ഇങ്ങനെ അവൻ ഇടയ്ക്കിടയ്ക്ക് കയറ്റിയാണ് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ ദൈവം ആരാണെന്ന് ഓരോ സന്ദർഭങ്ങളിലും പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രശ്നങ്ങളെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവിടെ കാണുവാൻ സാധിക്കുന്നു അവൻ പ്രൈസ് ലോർഡ് നമ്മുടെ ആവശ്യം മാത്രം പറയുന്ന ഒരു രീതിയായിട്ടല്ല. അവൻ പ്രൈസ് ലോർഡ് എനിക്ക് പ്രശ്നമാണ്, എനിക്ക് പീഡകളുണ്ട്, എനിക്ക് പ്രയാസമുണ്ട്, എനിക്ക് യുദ്ധമുണ്ട്. അവൻ പ്രൈസ് എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നു യഹോവ എൻ്റെ പരിചയും പലകയുമാകുന്നു. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അങ്ങനെയാണ് ആ കാര്യങ്ങളെ അവൻ പ്രൈസ് ലോർഡ് ദാവീദ് അവൻ പ്രൈസ് ലോർഡ് പറഞ്ഞു. ഈ ദാവീദിന്റെ ഈ പ്രാർത്ഥനയുടെ ഒരു ശൈലി നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമ്മളുടെ പ്രശ്നങ്ങളെ മാത്രം നമ്മൾ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രയാസങ്ങളെ മാത്രം നോക്കിക്കൊണ്ട് നമ്മൾ നിൽക്കാതെ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രതികൂല സാഹചര്യങ്ങളിലും അവൻ പ്രയാസത്തിൻ്റെ വേളകളിലും അവൻ രോഗത്തിൻ്റെ അവൻ അവസ്ഥയിലും ഒക്കെ അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ദൈവം എനിക്ക് ഒരു വൈദ്യനായി, അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ പ്രശ്നങ്ങളിൽ ദൈവം എനിക്ക് ഒരു ഹല്ലേലൂയ സഹായകനായി, ദൈവം എനിക്ക് ഒരു കംഫോർട്ടറായി എൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവൻ ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ കഴിയുമോ? അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ ഇത് നമുക്കൊരു മാതൃകയാക്കി ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മളോട് അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അവൻ നമ്മളെ ഇന്ന് പഠിപ്പിക്കുന്നു. അവൻ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ അതിൻ്റെ വാക്യം 7ാമത്തെ വാക്യം ഇങ്ങനെ കാണുന്നു. അവൻ നമ്മൾ വായിച്ചു വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. എൻ്റെ ഹൃദയം എന്ത് ചെയ്തു? അവങ്കിൽ ആശ്രയിച്ചു. അവൻ പ്രൈസ് ലോർഡ് ദൈവത്തിൽ എൻ്റെ അവൻ പ്രൈസ് ലോർഡ് അവനെങ്കിൽ ഞാൻ ആശ്രയിച്ചപ്പോൾ എനിക്ക് എന്ത് ചെയ്തെന്നാ?
ആമേൻ പ്രൈസ് എനിക്ക് സഹായം ലഭിച്ചു. ആമേൻ പ്രൈസ് ദാവീദ് പറയും പോലെ ആമേൻ പ്രൈസ് ഇന്നലകളിൽ എനിക്ക് സഹായം ലഭിച്ച ഒരു സാന്നിധ്യം ആമേൻ പ്രൈസ് ലോർഡ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ആ സന്നിധിയിൽ നമുക്ക് ചെല്ലുമ്പോൾ മാത്രമേ ഈ സഹായം നമുക്ക് ലഭിക്കുകയുള്ളൂ. ആമേൻ പ്രൈസ് ലോർഡ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആശ്രയിച്ചു. ആമേൻ പ്രൈസ് ലോർഡ് പറയുന്നു എനിക്ക് അവിടെ നിന്ന് എന്ത് ചെയ്തു? സഹായം ലഭിച്ചു. ആമേൻ പ്രൈസ് ലോർഡ്. ആമേൻ പോയി നോക്കാം, മുട്ടി നോക്കാം, അല്ലെങ്കിൽ ആമേൻ ഒന്ന് സംസാരിച്ച് നോക്കാം, ആമേൻ അല്ലെങ്കിൽ കിട്ടുമോ എന്ന് നോക്കാം. ഇതല്ലായിരുന്നു ആമേൻ പ്രൈസ് ലോർഡ്. ദാവീദ് ഇതൊന്നുമല്ല ചിന്തിച്ചത്. അവൻ അവിടെ ക്ലിയർ ആയിട്ട് പറയുന്നു എനിക്കൊരു ഉറപ്പുണ്ട്. എന്താ എൻ്റെ ഉറപ്പെന്തുവാ? ആമേൻ പ്രൈസ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ആ ദൈവത്തെ ആശ്രയിച്ചു. ഞാൻ ആശ്രയിച്ച നാളുകളെല്ലാം എന്ത് ചെയ്തു? ആമേൻ യഹോവ എന്നെ സഹായിച്ചു. ആമേൻ പ്രൈസ് ലോർഡ്. അവിടെ നിന്ന് എനിക്ക് സഹായം ലഭിച്ചു. ആമേൻ പ്രൈസ് ലോർഡ്. പ്രിയരേ, നമുക്ക് സഹായം ലഭിക്കുന്ന ഒരു സ്ഥലം എന്നത് ദൈവത്തിൻ്റെ സന്നിധി ഒന്ന് മാത്രമാണ്. ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സഹായം ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണോ ഇത്? നിങ്ങൾക്ക് സഹായമായിരിക്കുന്ന ഒരു നാളുകളാണോ നിങ്ങൾ ഈ ദിവസങ്ങൾ ആഗ്രഹിക്കുന്നത്? ആമേൻ പ്രൈസ് ആ ദൈവസന്നിധിയിലേക്ക് നിങ്ങൾ ചെല്ല്. ആമേൻ പ്രൈസ് നിങ്ങളെ സഹായിപ്പാൻ ആ ദൈവം വിശ്വസ്തനാണെന്ന് ദൈവത്തിൻ്റെ വചനം എന്ന് നിങ്ങളോട് പറയുന്നു. ഏറ്റവും നല്ലൊരു സഹായകൻ നിങ്ങൾക്കുണ്ട്. വേറെ ആരുമല്ല, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ദൈവം. ആമേൻ പ്രൈസ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമുക്കൊന്ന് ചെല്ലുവാൻ കഴിയുമോ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദാവീദിൻ്റെ പ്രാർത്ഥനയെ പോലെ ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒരു ആമേൻ പ്രൈസ് ലോർഡ് ഒരു എക്സ്പാൻഡ് ചെയ്ത് ആമേൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ആമേൻ ഹല്ലേലൂയ നിൽപ്പാൻ, ആമേൻ പ്രൈസ് ലോർഡ് കരങ്ങളെ ഉയർത്തി നമുക്ക് പ്രാർത്ഥിപ്പാൻ ആമേൻ അത് നമുക്ക് കഴിയുന്നുണ്ടോ? ആമേൻ പ്രൈസ് ലോർഡ്. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. പ്രിയരെ, ദൈവമക്കളെക്കുറിച്ച് ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ആമേൻ പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എപ്പോഴും വേവലാതികളും എപ്പോഴും ആവശ്യങ്ങളും മാത്രം പറയാതെ കഴിഞ്ഞ നാളുകൾ ദൈവം എങ്ങനെ എന്നെ നടത്തിയെന്നുള്ള ആമേൻ ഒരു സാക്ഷ്യത്തോടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാക്കുകളോടെ ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ആമേൻ ആ പ്രാർത്ഥനയെ കേൾക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾക്ക് മറുപടിയായി ദൈവത്തിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഇന്നിവിടെയുണ്ട്. നമുക്ക് ഈ വചനം അതിനായി നമ്മളെ സഹായിക്കട്ടെ. ആമേൻ പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു.